ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ ഒരു ഓൺ വോയിസ് വീഡിയോ വരാൻ കാരണം മറ്റൊന്നുമല്ല, ഒരു കുഞ്ഞു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. മറ്റൊന്നുമല്ല, ഒത്തിരി പേര് ഇപ്പം മെസ്സഞ്ചറിൽ ചോദിക്കുന്നുണ്ട്, നമ്മുടെ പച്ചക്കറീൻ്റെ വീഡിയോ ഒന്നും കാണാറില്ലല്ലോ, എന്ത് പറ്റി? ജൈവകൃഷിൻ്റെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ തണ്ണിമത്തൻ്റെ ഒക്കെ. അപ്പോൾ അതൊന്നും കാണാറില്ലല്ലോ എന്ന് ചോദിച്ച് ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്നേഹാന്വേഷണത്തിന് ഒത്തിരി ഒത്തിരി നന്ദി. ആക്ച്വലി ഇവിടെ സീസൺ ബേസ് ആണ് കൃഷി ചെയ്യാറ്, നമ്മൾ പച്ചക്കറി കൃഷിയും അതുപോലെ തന്നെ നെൽകൃഷിയാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്പം മഴക്കാലമാണല്ലോ, ഇപ്പം മഴ പെയ്തപ്പോൾ പച്ചക്കറിയൊക്കെ കഴിഞ്ഞു, വയലിൽ നമ്മൾ നെൽവിത്ത് ഇട്ടു. അപ്പോൾ ഇനി ഇപ്പോൾ വെള്ളം കയറുന്ന സമയമാണ്, അപ്പോൾ പോയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റൂല. അപ്പോൾ ആ വീഡിയോസൊക്കെ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ സന്തോഷം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ എന്താണ് സന്തോഷം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളൊരു ചെടി അതിനെ നട്ട് നനച്ച് പരിപാലിക്കുമ്പോൾ അതിലൊരു കായ് വരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും അല്ലേ. ഏതൊരു ചെടിയായാലും നമ്മളത് ആദ്യം തന്നെ പൂവും കായും ഒന്നും ഉണ്ടാവില്ല. അതിന് ആദ്യം ഒരു ചെറിയ ചെടിയായിരിക്കും അല്ലേ. അതിന് മണ്ണൊരുക്കി നമ്മൾ വളപ്രയോഗം നടത്തി വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിനെ പരിപാലിച്ചാൽ മാത്രമേ അതിൻ്റെ അകത്തുനിന്ന് കായ് നമുക്ക് തിരിച്ചു കിട്ടുമല്ലോ. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടുവളപ്പിൽ ഒരുപാട് കൃഷി ചെയ്യാറുണ്ട്. നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ തന്നെ പരിപാലിച്ച് സ്വയം പര്യാപ്തരാകണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നിന്നും പൊള്ളാച്ചിയിൽ നിന്നൊക്കെ കയറ്റി വരുന്ന പച്ചക്കറികൾ അത്രക്കും മാരകമായ കീടനാശിനി അടിച്ച ഭക്ഷണങ്ങളാണ് വരുന്നത്. അതിൻ്റെ അനന്തരഫലങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ദിനംപ്രതി ഉയർന്നു വരുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ്. കെമിക്കൽ അടങ്ങിയ ഭക്ഷണമാണ് നമ്മൾ ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അല്ലേ. നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ നമ്മൾ തന്നെ നട്ട് പരിപാലിക്കുക, നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ട് പരിപാലിക്കുക. ഗ്രോ ബാഗിലും ബാൽക്കണിയിലും ടെറസിലും ഒക്കെ നമുക്ക് സ്ഥലപരിമിതി ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള തക്കാളി ആയാലും പച്ചമുളകൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കടേനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്താ പറയുക, വീട്ടുവളപ്പിൽ നട്ട് വളർത്താവുന്ന പച്ചക്കറികളാണ് ഇതൊക്കെ. അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ നട്ട് നനച്ച് പരിപാലിച്ച് നമ്മുടെ വാഴ കൊലച്ചു. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വാഴക്കൊല നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ അമ്മ വാഴക്കൊലയൊക്കെ പിടിച്ച് നിന്നിട്ടുണ്ട്, ഭയങ്കര വെയിറ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഓഫീസും വിട്ട് വരുന്നതിന് മുമ്പേ വാഴപ്പഴമൊക്കെ കൊത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അമ്മ. അപ്പം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സന്തോഷം എന്ന് പറയുന്നത്, വാഴ കൊലച്ചത്. അപ്പോൾ അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം ഓർഗാനിക്കിൻ്റെ കൃഷി ചെയ്യുന്ന വീഡിയോസും വിളവെടുക്കുന്നതും ഒക്കെ പച്ചക്കറീൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. വയലിൽ വെള്ളം കയറി, ഇനി അടുത്ത സീസണിലെ പച്ചക്കറി നടുവിലും. അപ്പോൾ നമ്മുടെ ഇത് വീട്ടുവളപ്പിൽ ഉണ്ടായതാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വളം രോഹിണി അഗ്രോ സയൻസിൻ്റെയാണ്, മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുന്നേയുള്ള വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.